السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه، وصلى الله وسلم على نبينا وحبيبنا محمد وعلى آله وأصحابه الفائزين أجمعين. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്ന ഒരു ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നല്ല ഒരു നീയത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. നമ്മൾ ആദ്യം പഠിച്ച ഖായിദ, ഫിഖ്ഹിയായ ഖായിദ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വരുന്ന ഒരു ഖായിദയാണ്. നീയത്താണ് പരിഗണനീയമായത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ മസ്ലഹത്തിൻ്റെ വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശറഅ്, അള്ളാഹുവിൻ്റെ മതം, അത് പൂർണ്ണമായും യുക്തിഭദ്രമാണ്. ഒരു മസ്ലഹത്തില്ലാത്ത ഒന്നും അള്ളാഹു കൽപ്പിക്കുകയില്ല. അതിൽ നമ്മൾ മസ്ലഹത്തുകൾ 3 രൂപത്തിലുണ്ട്. അൽ മസാലിഹ് അദ്ദറൂരിയ, അനിവാര്യമായ വളരെ അത്യാവശ്യമായ മസ്ലഹത്തുകൾ. അത് നമ്മൾ 5 കാര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മതത്തെ സംരക്ഷിക്കുക, നമ്മളുടെ ശരീരത്തെ സംരക്ഷിക്കുക, അതുപോലെ നസ്ല് പരമ്പരകളെ സംരക്ഷിക്കുക, ബുദ്ധിയെ, പണത്തെ ഒക്കെ സംരക്ഷിക്കുന്നത് ദീനിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെയുള്ള മറ്റൊരു മസ്ലഹത്ത്, രണ്ടാമത്തേത് മസാലിഹ് ഹാജിയ, ആവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അതില്ല എങ്കിൽ ചെറിയ രൂപത്തിലുള്ള ഇടങ്ങേറുകൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊക്കെ നമ്മൾ പറയുന്നത്, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീൻ മുഴുവൻ വായിച്ചാൽ നമുക്കിതൊക്കെ ബോധ്യപ്പെടും. നമ്മുടെ ആശയങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ച് മതത്തിൽ എന്തെങ്കിലും കടത്തിക്കൂട്ടാനോ അല്ലെങ്കിൽ മതത്തിൽ നിന്ന് എന്തെങ്കിലും കുറക്കാനോ ശ്രമിച്ചാൽ അത് നമ്മൾക്ക് തന്നെ കുഴി തോണ്ടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. ദീൻ പരിപൂർണമായും ഭദ്രമാണ്. അള്ളാഹുവാണ് അത് ഇറക്കിയത്. അൽ മസാലിഹ് അൽ ഹാജിയ, രണ്ടാമത്തെ മസ്ലഹത്തുകൾ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ളതും ശരീഅത്ത് കൽപ്പിക്കും. അതായത് അത് ജനങ്ങൾക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ചെറിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. ഉദാഹരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രയിൽ ജംഅ് എന്ന് പറയുന്ന ഒരു റുഖ്സ നമ്മൾക്ക് തന്നു. 2 നമസ്കാരങ്ങൾ ഒരുമിച്ച് നമസ്കരിക്കുക, ളുഹറും അസറും, അതുപോലെ തന്നെ മഗ്രിബും ഇശാവും. അതാണ് ഈ നമസ്കാരങ്ങൾ നമുക്ക് ഒരുമിച്ച് നമസ്കരിക്കാം. ഇതില്ലെങ്കിൽ പിന്നെ എല്ലാം നമുക്ക് എന്താ പറയുക, കഴിയുകയില്ല. അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടാവില്ല, പക്ഷേ പ്രയാസം ഉണ്ടാകും നമുക്കിത് അനുവദിച്ചു തന്നിട്ടില്ലെങ്കിൽ. അപ്പം അങ്ങനത്തതും ശരീഅത്ത് കൽപ്പിക്കും. ശരീഅത്ത് അങ്ങനത്തെ കാര്യങ്ങൾ നിയമങ്ങളായി കൊണ്ടുവരും. ഈ ദീൻ മുഴുവൻ മസ്ലഹത്ത് മഫ്സദത്ത് ബേസ് ചെയ്തിട്ടുള്ളതാണ്, അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. നമുക്ക് ഉപകാരമുള്ളതേ അള്ളാഹ് കൽപ്പിക്കും. നമുക്ക് ഏറ്റവും ഉപകാരമുള്ളത് തൗഹീദാണ്. സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇന്നലെ മജ്മുഉൽ ഫത്താവ എന്ന് പറയുന്ന മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു 30-ലധികം വാള്യങ്ങൾ അടങ്ങുന്ന ഒരു വലിയ ഗ്രന്ഥം ശൈഖുൽ ഇസ്ലാമിന്റെ ഫത്വകളാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് നമുക്കറിയാം. നൈൽ നദിക്ക് പാലം കെട്ടാൻ പറ്റുന്ന രൂപത്തിൽ ഗ്രന്ഥങ്ങൾ രചിച്ച ആളാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യന് ചിലപ്പോൾ ഭക്ഷണത്തെക്കാളും വെള്ളത്തെക്കാളും ഒക്കെ ഏറ്റവും ആവശ്യം അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുക എന്ന് പറയുന്ന തൗഹീദാണ്. അതുകൊണ്ടാണ് അള്ളാഹ് തൗഹീദ് ഇല്ലാതെ മരിച്ചു പോയാൽ പുറത്തു കൊടുക്കാത്തത്. അള്ളാഹിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് നമുക്ക്. അത് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ നിലക്കും തൗഹീദാണ് ആവശ്യം. അതുകൊണ്ടാണ് ശരീഅത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദായി കഴിഞ്ഞത്. റഅ്സുൽ അംർ തൗഹീദാണ്. അള്ളാഹിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. 4 കാര്യങ്ങൾ മുമ്പിൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഏത് പടപ്പും ജീവനുള്ള ഏത് വസ്തുവും അതിന് തനിക്കുപകാരമുള്ളത് കിട്ടുക, തനിക്കുപകാരമുള്ളത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിൽ വേണ്ടി പ്രയത്നിക്കുക. ആ ലക്ഷ്യം ഉണ്ടാകും, അതിലേക്കുള്ള മാർഗം ഉണ്ടാകും. അതുപോലെ തന്നെ തനിക്ക് ഉപദ്രവമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് തടയുക,
എന്നുള്ളതുണ്ടാകും, അതേപോലെ തന്നെ അതിലേക്കുള്ള മാർഗം ഉണ്ടാകും. ഇത് നാലും ഒരുമിച്ച് ചേരുന്ന അള്ളാഹുവിൽ മാത്രമാണ്. അള്ളാഹുവാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് എത്താൻ വസീല കാണിച്ചു തരുന്നതും അള്ളാഹു തന്നെയാണ്. നമ്മളിൽ നിന്ന് ഉപദ്രവങ്ങളെ നീക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം, അത് നടത്തിത്തരുന്നതും അള്ളാഹുവാണ്. അതിലേക്കുള്ള വസീലയും അള്ളാഹുവാണ്. എല്ലാ നിലക്കും നമുക്ക് അള്ളാഹുവിനെ ആവശ്യമാണ്. തൗഹീദിനെ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. തൗഹീദുൽ ഉലൂഹിയെ, അള്ളാഹിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. നമ്മുടെ പ്രശ്നം കൊണ്ട് അള്ളാഹിൻ്റെ അടുത്തേക്ക് മാത്രമേ ചെല്ലാവൂ. എന്നാലേ നമ്മുടെ മനസ്സ് ശാന്തമാവുകയുള്ളൂ. തൗഹീദ് കൊണ്ടല്ലാതെ മനസ്സ് ശാന്തമാവുകയില്ല. അപ്പോൾ തൗഹീദാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഇനി ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ, ഈ പറയപ്പെടുന്ന ഹാജിയായ മസ്ലഹത്തുകൾ ശരീഅത്ത് പരിഗണിക്കും. ഇതില്ലെങ്കിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ള നിലക്ക്. ഇപ്പോൾ ഉദാഹരണം, യാത്രക്കാരന് നോമ്പ് മുറിക്കാം. അദ്ദേഹം നോമ്പ് എടുക്കേണ്ട ആവശ്യമില്ല, പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി. അതാണ് മറ്റൊരു ഉദാഹരണം. അതില്ല എങ്കിൽ യാത്രക്കാരൻ മരണപ്പെട്ടു പോവോ, അല്ലെങ്കിൽ ആ രൂപത്തിൽ അവൻ്റെ ദീന് മുഴുവൻ നഷ്ടപ്പെട്ടു പോവോ, അങ്ങനത്തെ ഒരു ളുറൂരിയായ മസ്ലഹത്തല്ല. പക്ഷേ പ്രയാസങ്ങൾ ഉണ്ടാകും, അതും ശരീഅത്ത് പരിഗണിക്കും. ശരീഅത്തിൻ്റെ വിധികൾ എടുത്തു നോക്കിയാൽ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ മതം പരിഗണിക്കും. എല്ലാം പരിഗണിച്ചിട്ടാണ് അള്ളാഹു ചെയ്യുന്നത്. നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പക്ഷെ അള്ളാഹു ഇതൊക്കെ പരിഗണിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ആ വിഷയത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അടുത്തത് ഒരു മസ്ലഹത്തുള്ളത് തഹ്സീനിയ എന്ന് പറയും. അതിപ്പോൾ അതില്ലെങ്കിൽ പ്രയാസം ഉണ്ടാവുമെന്ന് വെച്ചാൽ പ്രയാസം ഉണ്ടാവുകയൊന്നുമില്ല, പക്ഷെ ദീൻ കൽപ്പിക്കും. അതൊരു അദബാണ്, ഒരു മര്യാദയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദീൻ കൽപ്പിക്കും. ഇപ്പോൾ എപ്പോഴും ശരീരം വൃത്തിയായിരിക്കണം, വസ്ത്രം വൃത്തിയായിരിക്കണം, അതേപോലെ നമ്മൾ സ്ഥലം വൃത്തിയായിരിക്കണം, നജസ്സുകളിൽ നമ്മൾ വിട്ടു നിൽക്കണം, എപ്പോഴും പള്ളിയിൽ ചെല്ലുമ്പോൾ നല്ല വസ്ത്രം ഇട്ട് പള്ളിയിലേക്ക് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ സ്വതക്ക, വാജിബല്ലാത്ത സ്വതക്കകൾ, ആളുകൾക്ക് പൈസ കൊടുക്കൽ, അവരെ സഹായിക്കൽ, വാജിബല്ലാത്ത നിസ്കാരങ്ങൾ, ഇതൊക്കെ ആദാബ് തഹ്സീനാണ്, നല്ലതാണ്, ഹസനാണ്, നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും ശരീഅത്ത് കൽപ്പിക്കും. ഇതൊക്കെ ഇബാദത്തിന്റെ ഉദാഹരണം പറഞ്ഞതാണ്, ആരാധനാ കർമ്മങ്ങളിലുള്ള ഉദാഹരണം പറഞ്ഞതാണ്. എന്നാൽ ഇടപാടുകളിൽ ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വഞ്ചിക്കരുത്, പൂഴ്ത്തി വെക്കരുത്, അമിതവ്യയം ചെയ്യരുത്, അതേപോലെ തന്നെ പിശുക്ക് കാണിക്കരുത്, പിന്നെ നജസ്സുമായിട്ടോ നമുക്ക് ഉപദ്രവമായ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഇടപെടരുത്, നജസ് ഉള്ളതിലൊന്നും ഇടപെടരുത്, നമുക്ക് ഉപദ്രവമുള്ളതിലോ ഇടപെടരുത്. അതേപോലെ തന്നെ ഒരു മനുഷ്യൻ കച്ചവടം ചെയ്തതിൻ്റെ മേലെ നമ്മൾ കച്ചവടം ചെയ്യാൻ പോകരുത്. ഒരാൾ പറഞ്ഞുറപ്പിച്ച കച്ചവടത്തിൻ്റെ അപ്പുറത്ത് അയാൾ അനുവാദമൊന്നുമില്ലാതെ നമ്മൾ പോയിട്ട് വേറെ കച്ചവടം ഉറപ്പിക്കരുത്. പിന്നെ കച്ചവടക്കാർ നമ്മുടെ അങ്ങാടിയിലേക്ക് വരുന്നതിന് മുമ്പ് പോലെ ചെന്ന് കണ്ട് അവരോട് അവിടുന്ന് സാധനം വാങ്ങി അങ്ങനെ ആളുകളെ പറ്റിക്കരുത്. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ശരീഅത്ത് കൽപ്പിക്കുന്നതൊക്കെ മസ്ലഹത്താണ്. പക്ഷെ മസ്ലഹത്ത് ളറൂരിയാണോ ഹാജിയാണോ എന്ന് വെച്ചാൽ രണ്ടുമല്ല, അതിന് അപ്പുറത്തുള്ളൊരു പദവിയാണ് അതിന് അള്ളാഹു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരാൾ ജിഹാദ് ചെയ്യുകയാണെങ്കിൽ പുരോഹിതന്മാരെ വധിക്കരുത്, കുട്ടികളെ വധിക്കരുത്, സ്ത്രീകളെ വധിക്കരുത്, പിന്നെ ഒരിക്കലും വൈകൃതമാക്കുന്ന രൂപത്തിൽ ആളുകളെ ശിക്ഷിക്കരുത്, മുഖം കണ്ണ് ചൊയ്ന്നെടുക്കുക, പിന്നെ അങ്ങനെ മൂക്ക് വെട്ടുക, ആ രൂപത്തിൽ യുദ്ധത്തിൽ ചെയ്യരുത്. ഇങ്ങനെയുള്ള ആദാബുകൾ ശരീഅത്ത് പഠിപ്പിക്കും. അപ്പം ശരീഅത്ത് മുഴുവൻ ഈ രൂപത്തിലുള്ള മസ്ലഹത്തുകളെ കൊണ്ട് നിറഞ്ഞതാണ്. മസ്ലഹത്തുകൾ കൊണ്ടുവരിക, മഫ്സദത്തുകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ശരീഅത്തിന്റെ ലക്ഷ്യം. നമ്മളൊന്ന് പറഞ്ഞു പോയിന്ന് മാത്രം. ഇന്ന് നമ്മളുടെ ആദ്യത്തെ വിഷയം, ഇപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മസ്ലഹത്ത് എന്ന് പറയുന്നത് 3 രൂപത്തിലാണ് ശരീഅത്ത് അത് കൊണ്ടുവരുന്നത്. ഒന്ന്, നമ്മൾക്ക് ഏറ്റവും അനിവാര്യമായത്, അതില്ലാതെ കഴിയൂല. നമ്മുടെ ദീനോ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ സമ്പത്തോ നമ്മുടെ പരമ്പരയോ നമ്മുടെ ശരീരമോ, ഇതിനൊക്കെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവുന്ന ചെറുതായിട്ട് എന്തെങ്കിലും തോന്നലുള്ളത് തന്നെ ശരീഅത്ത് അതിനെ നിരാകരിക്കുകയും അതിന് ഉപകാരമുള്ളത് കൊണ്ടുവരികയും ചെയ്യും. അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് ശരീഅത്ത് കൽപ്പിക്കും, നമുക്ക് പ്രയാസമില്ലാതിരിക്കാൻ. അതേപോലെ തന്നെ നമ്മൾ അദബുകൾ ശരീഅത്ത് പഠിപ്പിക്കും. അങ്ങനെയുള്ള കൽപ്പനകൾ മാത്രമേ നമുക്ക് നമ്മുടെ ദീനിൽ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതൊരു വലിയ തൗഫീഖാണ്. ഈ ഒരു ബൈത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അവസാനം ചർച്ച ചെയ്യുന്ന വിഷയം, തെളിവ് പരിഗണിച്ച് നമ്മൾ മസ്ലഹത്തുകളെ വേർതിരിക്കുകയാണെങ്കിൽ, അതൊരു വലിയ കുറച്ചുകൂടി വൈജ്ഞാനികപരമായ ഒരു വിഷയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ ഒരുപക്ഷെ മനസ്സിലാകും. ഒരു 2-3 തവണ നമ്മളത് കേട്ടാൽ മനസ്സിലാകും. ശരീഅത്തിലുള്ള മസ്ലഹത്തുകൾ, അള്ളാഹുവിൻ്റെ മതത്തിലുള്ള ഈ രൂപത്തിലുള്ള ഉപകാരങ്ങൾ, നമ്മൾക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്ന ഉപകാരങ്ങൾ, അത് 3 രൂപത്തിലാണ്. തെളിവ് നോക്കുമ്പോൾ 3 രൂപത്തിലാണ്. ഒന്ന്, ശരീഅത്തിൽ തെളിവ് വന്ന മസ്ലഹത്തുകൾ, അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ മസാലിഹുൽ ളറൂരിയും ഹാജിയെയും തഹ്സീനിയെയും, നമുക്ക് അനിവാര്യമായതും നമുക്ക് ആവശ്യമുള്ളതും
ഭംഗിയായി അള്ളാഹു പഠിപ്പിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ രൂപത്തിൽ ശരീഅത്ത് പഠിപ്പിച്ചതാണ്. ഈ പറയപ്പെട്ട നിയമങ്ങളൊക്കെ ശരീഅത്ത് കണക്കാക്കിയതാണ്. അതിന് മസാലിഹ് മുഅ്തബറ എന്ന് പറയും. അതായത് ശരീഅത്ത് അതിനെ പരിഗണിച്ചിട്ടുണ്ട്. ശരീഅത്ത് പരിഗണിച്ച മസ്ലഹത്തുകളാണ്, അതിൽ ചർച്ചല്ല. രണ്ടാമത്തത് ശരീഅത്ത് പരിഗണിക്കാത്ത മസ്ലഹത്തുകൾ. ചില ആളുകൾക്ക് തോന്നുകയാണ് മസ്ലഹത്താണ്, പക്ഷെ ശരീഅത്ത് അതിനെ പരിഗണിച്ചിട്ടേ ഇല്ല. അപ്പൊ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ അത് ശ്രദ്ധിച്ചു കേട്ടോളെ, റമദാൻ മാസത്തിൽ തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അള്ളാഹു അയാൾക്ക് കഫാറത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അയാൾ അതിന് പ്രായശ്ചിത്തം ചെയ്യണം. റമദാൻ മാസത്തിൽ ഭാര്യയായിട്ട് ബന്ധപ്പെട്ടു, പകലിൽ ഭാര്യയായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ഒരു മുഫ്തി പറയാണ്, ഈ പൈസക്കാർക്ക് ഈ അടിമനെ മോചിപ്പിക്കുക എന്നുള്ളത് ഒരു നിസ്സാരമായ പരിപാടിയാണ്. അതുകൊണ്ട് ഓരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് കൊടുക്കാം, അവർക്ക് ഒരു 2 മാസം തുടർച്ചയായ നോമ്പ് കൊടുത്താൽ മതി. അവർക്ക് അത് ഇയാൾ പരിഗണിച്ച മസ്ലഹത്താണ്, ഇവർക്ക് മസ്ലഹത്തായിട്ട് തോന്നുന്നത്. പക്ഷെ ശരീഅത്ത് ആദ്യം തന്നെയാണ് പറഞ്ഞത്, അടിമനെ മോചിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ശരീഅത്ത് കൽപ്പിച്ച ഒരു മസ്ലഹത്തിന് അപ്പുറത്ത് നമ്മളൊരു മസ്ലഹത്ത് ഉണ്ടാക്കി ശരീഅത്ത് പരിഗണിക്കാത്തതിനെ കൊണ്ടുവരാൻ പാടില്ല എന്ന്. അത് നമുക്ക് തോന്നുന്നതല്ല മസ്ലഹത്ത് എന്ന്, അള്ളാഹ് ദീന് പരിഗണിച്ചതാണ് മസ്ലഹത്ത് എന്ന് പറയാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അടിമനെ മോചിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മളിങ്ങനെ ആലോചിക്കും, ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ വളരെ ഇതൊക്കെ രസമാണ്. ദീനോട് കളിക്കുകയാണ് ശരിക്ക്. ശരീഅത്ത് ആദ്യം എന്ത് പറഞ്ഞു, അടിമനെ മോചിപ്പിക്കണം, എങ്കിൽ അടിമനെ മോചിപ്പിക്കണം, അതാണ് അവിടുത്തെ മസ്ലഹത്ത്. അത് നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അത് ശരീഅത്ത് പരിഗണിക്കാത്ത, ഇങ്ങനത്തെ നമ്മൾ കാണുന്ന മസ്ലഹത്തൊക്കെ ശരീഅത്ത് പരിഗണിക്കാത്ത മസ്ലഹത്തുകളായിരിക്കും. പിന്നെ നമുക്ക് ഏറ്റവും കണക്റ്റ് ആവുന്ന ഒരു ഉദാഹരണം, ഈ കാലത്ത് മൗലിദുൻ നബവി, ജന്മദിനം, അതിൽ ദിക്റില്ലേ, സ്വലാത്തില്ലേ, നബിചരിത്രം വായിക്കലല്ലേ, ഇതൊക്കെ മസ്ലഹത്തുകളല്ലേ. അപ്പോൾ ആ മസ്ലഹത്തുകൾ ഉണ്ടാവാനാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടാക്കിയത്. ശരിക്കും ഇതേ കാരണങ്ങളെ സ്വഹാബത്തിന്റെ അള്ളാന്റെ റസൂലിന്റെ കാലത്തിലുണ്ടല്ലോ. റസൂലിന്റെ ജന്മദിനമുണ്ട്, സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പണ്ടൊക്കെ പറഞ്ഞിരുന്നു അന്ന് പട്ടിണിയേനു, അതുകൊണ്ടാണ് ആഘോഷിക്കാറ്. ഇപ്പം അതൊന്നുമില്ല. അത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അത് മസ്ലഹത്തല്ല. ശരീഅത്ത് പരിഗണിക്കാത്തത് നമ്മൾ മസ്ലഹത്തായി കൊണ്ടുവരരുത്. ഇനി അതിന് ശരീഅത്തൊന്നും പറഞ്ഞിട്ടില്ല. ശരീഅത്ത് പരിഗണിച്ചതുണ്ട്, ശരീഅത്ത് ഒരിക്കലും പരിഗണിക്കാത്തതുണ്ട്. ഇനി ശരീഅത്തൊന്നും മിണ്ടിയിട്ടില്ല എന്ന് വിചാരിക്കും. ഈ മസ്ലഹത്ത് പരിഗണിക്കണോ പരിഗണിക്കണ്ടേ എന്ന് ശരീഅത്തിലില്ല. ശരിക്കും ശരീഅത്തിൽ ഉണ്ടാകും, ശരിക്കും പഠിച്ചാൽ ഉണ്ടാകും. എന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ശരീഅത്ത് അതിന് വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ മസ്ലഹത്തുകൾ പരിഗണിക്കാമോ, അതൊരു പ്രമാണമായി സ്വീകരിക്കാമോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനാണ് മസാലിഹ് മുർസല എന്ന് പറയുന്നത്. അതാണ് തെളിവ് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയും ഖുർആനാണ് നമ്മുടെ ഒന്നാം പ്രമാണം. ഹദീസ് ഉണ്ട്, ഇജ്മാ ഉണ്ട്, ഖിയാസ് ഉണ്ട്. ഇതൊക്കെ എല്ലാവരും അംഗീകരിച്ച പ്രമാണങ്ങളാണ്. അതേപോലെ തന്നെ ഇനിയും പ്രമാണങ്ങളുണ്ട്. ശരീഅത്ത് മതം നോക്കുമ്പോൾ പഠിപ്പിക്കുന്ന പ്രമാണങ്ങൾ ഇനിയുണ്ട്. സ്വഹാബത്തിന്റെ ഖൗല് പ്രമാണാവോ, ഒരു സ്വഹാബി പറഞ്ഞ വാക്ക് പ്രമാണാവോ, പ്രമാണാവുന്ന മേഖലയുണ്ട്, പ്രമാണാവാത്ത മേഖലയുണ്ട്. അതേപോലെ തന്നെ ഈ പറയപ്പെട്ട മസ്ലഹത്തുകൾ പരിഗണിക്കേണ്ട ഒരു മേഖല വന്നാൽ അത് പരിഗണിക്കുന്നത് പ്രമാണാവോ. അപ്പൊ ചില ആളുകൾ പറഞ്ഞു പ്രമാണം ആകൂല, കാരണം അത് ശരീഅത്തോണ്ട് കളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. വേറെ ചില ആളുകൾ പറഞ്ഞു പ്രമാണം ആകുന്ന മേഖലകളുണ്ട്, ചിലപ്പോൾ അത് നമുക്ക് പരിഗണിക്കാൻ പറ്റും. അപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനോ ജയിലുണ്ടാക്കി, കുറ്റവാളികളെ സൂക്ഷിക്കാൻ ജയിലുണ്ടാക്കി. അത് റസൂലുള്ളാഹിന്റെ കാലത്തില്ലല്ലോ, ജയിലുണ്ടാക്കി. അപ്പൊ അതൊരു ബിദ്അത്തല്ല, അത് ഇത് പരിഗണിച്ചിട്ടാണ്. ശരീഅത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് തെറ്റാതെ തന്നെ പരിഗണിച്ചിട്ടാണ് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന് നിബന്ധനകളുണ്ട്. അങ്ങനെ പരിഗണിക്കുമ്പോൾ ഒരിക്കലും ഒരു നസ്സിനോ ഇജ്മാഇനോ എതിരാകരുത്, ഒരു പ്രമാണത്തിനോ ഖുർആനോ ഹദീസിനോ എതിരാകരുത്. അതേപോലെ തന്നെ ഇജ്മാഇന് എതിരാകരുത്. ഇപ്പൊ തന്നെ ബാക്കിയുള്ളതൊക്കെ പൊളിഞ്ഞു പോകും. ഈ കാണുന്ന പരിഗണിക്കുന്ന മസ്ലഹത്തുകളൊക്കെ പൊളിഞ്ഞു. ഖുർആനെതിരാകരുത്, ഇജ്മാഇനെതിരാകരുത്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തത് ശരീഅത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് മടങ്ങണം. ശരീഅത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് മടങ്ങണം. ഈ 5 മഖാസിദു ശരിയ എന്ന് പറയുന്ന നമ്മുടെ ദീനെ സംരക്ഷിക്കുക, ശരീഅത്തെ സംരക്ഷിക്കുക, ബുദ്ധിയെ സംരക്ഷിക്കുക എന്നുള്ളതിലൊക്കെ മടങ്ങണം. പിന്നെ അഹ്കാമുകളിൽ നമ്മളിപ്പോൾ അങ്ങനത്തെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് വാജിബ് സുന്നത്താകരുത്, സുന്നത്ത് വാജിബാകരുത്, ഹറാമ് വാജിബാകരുത്, അങ്ങനെ ആ രൂപത്തിൽ അള്ളാഹ് പഠിപ്പിച്ച ദീനിൽ മാറ്റം ഉണ്ടാവാൻ പാടില്ല. ആ രൂപത്തിലുള്ള പരിഗണന വെച്ച് ചില കാര്യങ്ങളൊക്കെ, ഇപ്പോൾ അതിൽ പെട്ടതാണ് ജംഉൽ ഖുർആന് ജമ്മ് ചെയ്തത്. അതാണ് റസൂലിന്റെ കാലത്ത് ഇല്ലല്ലോ. അപ്പൊ ഇത് ഈ രൂപത്തിലുള്ള മസ്ലഹത്തുകൾ പരിഗണിച്ച് അതൊക്കെ ശരീഅത്തിലേക്ക് മടങ്ങും. അതൊന്നും ബിദ്അത്തല്ല. ചില ആളുകൾ പറയും ഖുർആൻ ജമ്മ് ചെയ്തത് ബിദ്അത്തല്ലേ, റസൂലിന്റെ കാലത്തില്ലല്ലോ. അതൊന്നും ബിദ്അത്തല്ല. അത് ഇവർക്ക് ദീൻ നേരെ പഠിക്കാത്തതുകൊണ്ടാണ്. അത് ഈ മസാലിഹ് മുർസലയുടെ വകുപ്പിലാണ് പെടുക. അവിടെ ദീന്റെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്തതാണ് എന്നുള്ള നിലക്കാണ്.
പക്ഷെ ദീന്റെ സംരക്ഷണത്തിന് പറഞ്ഞിട്ട് എല്ലാവർക്കും കടത്തി കൂട്ടാൻ പറ്റുമോ? പറ്റൂല. ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പണ്ഡിതന്റെ ചരിത്രം പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ പേര് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇസ്മായിൽ ബിൻ ഉലയ്യ എന്നാണ്. നമ്മൾ ഹദീസ് പഠിക്കുന്ന കാലത്ത് പഠിച്ചൊരു പണ്ഡിതന്റെ ചരിത്രമാണ്. ഇസ്മായിൽ ബിൻ ഉലയ്യക്ക് ഖുർആനിന്റെ ഫദ്ലുകൾ പറയുന്ന ഒരു ഹദീസ് കിട്ടി. ഖുർആന്റെ കുറേ സൂറത്തുകളുടെ ശ്രേഷ്ഠതകൾ പറയുന്ന ഒരു ഹദീസ് കിട്ടി. അപ്പൊ അദ്ദേഹം ഈ ഹദീസ് എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ച് പോവാണ്. അദ്ദേഹം ഇത് പറഞ്ഞ നാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാണിത് പറഞ്ഞത്? അപ്പൊ അയാൾ പറഞ്ഞു, ഇന്ന നാട്ടിലുള്ളൊരു ഷെയ്ഖ് ഉണ്ട്, ആ ഷെയ്ഖിന്റെ അടുത്താണ് ഹദീസ് കേട്ടത്. ആയിക്കോട്ടെ, ഞാൻ അയാളുടെ അടുത്ത് പോയി ചോദിക്കാം. അയാൾ ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ. അയാളടുത്ത് പോയി ആ നാട്ടിലേക്ക് യാത്ര പോയി. ആരോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്ന് ഹദീസ് കിട്ടി? അത് ഇന്ന നാട്ടിൽ ത്വായിഫിൽ വാസിത്തിലുള്ളൊരു ഷെയ്ഖ്, ആ വാസത്തിലേക്ക് യാത്ര പോയി. അവിടെയുള്ള ഷെയ്ഖിൻ്റെ അടുത്ത് യാത്ര പോയി. അയാളോട് ചോദിച്ചു, ഈ ഹദീസ് എവിടെ നിന്ന് കിട്ടി? അയാൾ പറഞ്ഞു, ഇയാളുടെ വേറൊരു പണ്ഡിതണ്ട് വേറെ നാട്ടിൽ, അയാളടുത്ത് കിട്ടി. അങ്ങനെ അയാളടുത്ത് പോയി. അയാളടുത്ത് പോയപ്പോൾ അങ്ങനെ നാലാമത്തെ അഞ്ചാമത്തെ ഒരാളടുത്തെത്തി. നാലാമതെത്തിയെന്ന് തോന്നുന്നു. ആ പണ്ഡിതനെ കണ്ടപ്പോൾ, ആ മനുഷ്യനെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്ന് ഹദീസ് കിട്ടി? അപ്പോൾ അയാൾ ഇങ്ങനെ ഒരു ഉള്ളിലേക്ക് ഒരു റൂമിൽ കൊണ്ടുപോയി. പണ്ട് നടന്ന സംഭവമാണ്. ഒരു റൂമിൽ കൊണ്ടുപോയി, ഒരു ഒഴിഞ്ഞ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കുറേ ഒരു ഷെയ്ഖും കുറേ ആളുകൾ, ഈ സൂഫിയാക്കൾ ഇങ്ങനെ കൂടിയിരുന്ന എന്തൊക്കെയേ പറയും, തസവൂഫിൻ്റെ ആളുകൾ, സൂഫിയത്തിൻ്റെ ആളുകൾ. ആ ഇരിക്കുന്ന ഷെയ്ഖാണ്, വലിയ ഷെയ്ഖാണ് എനിക്ക് പറഞ്ഞത്. ആ ഷെയ്ഖിനോട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ആ ഷെയ്ഖ് പറഞ്ഞു, ജനങ്ങളൊക്കെ ഇപ്പോൾ ഖുർആനെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് ഹദീസാണ് റസൂലിൻ്റെ പേരിൽ ഉണ്ടാക്കിയതാണ്. ഇതിൽ നമുക്ക് രണ്ട് പാടുണ്ട്. അങ്ങനെ ജനങ്ങൾ അകന്നു പോയിട്ട് കുറെ ആളുകൾ ഹദീസ് ഉണ്ടാക്കിയിട്ട് ആ ഹദീസുകളെ വരെ ഈ മുഹദ്ദീസുകളൊക്കെ എടുത്ത പണി ഇതാണ്. അവരെല്ലാം വിട്ട് യാത്ര പോയി അള്ളാന്റെ റസൂലിന്റെ ഹദീസാണോ എന്ന് അന്വേഷിച്ച് പോയി എടുത്ത പണിയാണ്. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും കിട്ടിയത്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ, അവർക്ക് റഹ്മത്ത് കൊടുക്കട്ടെ. ഞാൻ പറയണത്, അങ്ങനെ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുക എന്നുള്ളൊരു പരിപാടി ദീനിലില്ല എന്ന്. അങ്ങനെ പുതിയത് ഉണ്ടായിക്കൂട്ടുക എന്നുള്ളൊരു പരിപാടി ദീനിലുള്ളത് കൊണ്ട് ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കാന്നല്ല, നമ്മുടെ വക ഒരു ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടാക്കൽ ദീനിൽ പുതിയൊരു ആചാരം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് മസ്ലഹത്തുമായി ബന്ധപ്പെട്ട് പൊതുവെ അതിൻ്റെ ഒരു ആമുഖം പറയാനുള്ളത്. അദ്ദീനു മബ്നിയുൻ അലൽ മസാലിഹി വജൽബിഹാ വദ്ദർഇ ലിൽ മഫാസിദി എന്ന് പറയുന്ന ബൈത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്തിലേക്ക് പോവുകയാണ്. നമുക്ക് അടുത്തിലേക്ക് പോയിക്കൂടെ? ഒരു മസ്ലഹത്ത് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാലേ നമ്മൾ അതിന്റെ ലക്ഷ്യമുള്ളൂ. മസ്ലഹത്തുണ്ട്, മഫ്സദത്തുണ്ട്. ദീൻ ഉപകാരത്തെ പരിഗണിക്കും, ഉപദ്രവങ്ങൾ ദീനിലുണ്ടാകരുതെന്ന് പരിഗണിക്കും. ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു പണ്ഡിതൻ ഫത്വ കൊടുക്കാനും വിധി പറയാനും ഒക്കെ. കാരണം ദീൻ മുഴുവൻ ഇതിനെ പരിഗണിച്ചതാണ്. അടുത്തത് വളരെ രസമുള്ള, നമുക്ക് പഠിക്കാൻ വളരെ ആവേശമുള്ളൊരു ഭാഗമാണ്. ഇനി നോക്കുക, അടുത്തൊരു ബൈത്ത്. അത് നമുക്ക് തുടങ്ങി വെക്കാമെന്ന് ഇൻഷാ അല്ലാഹ്. മുമ്പത്തിന്റെ ബാക്കി തന്നെയാണ്. فإن تزاحم عدد المصالح يقدم الأعلى من المصالح. മസ്ലഹത്തുകളുടെ കൂട്ടത്തിൽ രണ്ട് മസ്ലഹത്തുകൾ അല്ലെങ്കിൽ മൂന്നാല് മസ്ലഹത്തുകൾ ഒപ്പം വന്നു. ഏതാ നമ്മൾ എടുക്കുക? എല്ലാം ചെയ്യണം. തിരക്ക് കൂട്ടി. ഫൈൻ തസാഹം, തിരക്ക് കൂട്ടിയാൽ, അദദുൽ മസാലിഹി, മസ്ലഹത്തുകളുടെ എണ്ണം തിരക്ക് കൂട്ടിയാൽ എന്ന് പറഞ്ഞാൽ ഇതും ചെയ്യണം ഇതും ചെയ്യണം, ഒരു സമയമുള്ളൂ. ഈ സമയത്ത് നമ്മൾ ഏതാ ചെയ്യുക? രണ്ടും മസ്ലഹത്താണ്. സ്വതക്ക കൊടുക്കണം, നിസ്കരിക്കണം. അപ്പൊ എന്താ കാട്ടുക? രണ്ടും മസ്ലഹത്താണ്, രണ്ടും ദീൻ പറഞ്ഞ എന്താ ചെയ്യാം? അപ്പോ യുഖദ്ദമുൽ അഅല, അതിലേറ്റവും ഉന്നതമായതിനെ നമ്മൾ മുന്തിക്കണം. അവിടെയാണ് നമ്മളൊരു എന്താ പറയുക, പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഏതിനെ മുന്തിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മസ്ലഹത്തുകൾ പരസ്പരം എതിരായി വന്നെന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ സമയത്ത് വന്ന് നമുക്ക് ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ ചെയ്യുക? അപ്പൊ അതിൽ നമ്മൾ നോക്കേണ്ടത്, ആദ്യം രണ്ട് വാജിബായ കാര്യങ്ങളാണ്. രണ്ടും വാജിബാണ്, രണ്ടും നമുക്ക് നിർബന്ധമാണ്. അപ്പൊ അതിൽ ഏറ്റവും ഔജബായതിനെടുക്കുക, ഏറ്റവും വാജിബായതിനെടുക്കുക. രണ്ടും നമുക്ക് നിർബന്ധമാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഏറ്റവും ഔജബായതിനെടുക്കുക. അപ്പൊ ഉദാഹരണത്തിന്, പിന്നെ ഒരാൾ ഒരു നോമ്പ് നോൽക്കാൻ ആൾക്ക് നേർച്ചുണ്ട്. നേർച്ച നേർന്ന പിന്നെ ആ നോമ്പ് വാജിബായില്ലേ? വാജിബായി. റമളാൻ മാസം വരും ചെയ്തു, രണ്ടും വാജിബാണ്. റമളാൻ മാസത്തിൽ നോമ്പ് നോക്കലും വാജിബാണ്. അതേപോലെ തന്നെ ഇയാൾ നേർച്ച ചേർന്നിട്ടുണ്ട്, നോമ്പ് നോക്കലും വാജിബാണ്. ഏതപ്പോൾ അയാൾ നോക്കുക? ഇതിലേതെങ്കിലും ഒന്നേ ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഏറ്റവും വാജിബായത് റമളാൻ മാസത്തിലെ നോമ്പാണ്. അതുകൊണ്ട്
ഖദ്ദമു റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പാണ് അയാൾ നോക്കേണ്ടത് എന്നാണ് ശരീഅത്ത് പഠിപ്പിക്കുന്നത്. രണ്ട് മസ്ലഹത്തുകളൊപ്പം വന്നാൽ അതിൽ ഏറ്റവും അലയെ മുന്തിയതിനെ പരിഗണിക്കണം. ഇനി വാജിബും വന്നാൽ ഇങ്ങനെയാണ്, ഒന്ന് വാജിബാണ് ഒന്ന് സുന്നത്താണ്. അപ്പൊ ഇതിനെ മുന്തിക്കുക സ്വാഭാവികമായിട്ടും വാജിബിനാണ് മുന്തി. കാരണം ഏതാണ് വലുത്? മാഷാ അല്ലാഹ് വാജിബാണ് വലുത്. ബാറക്കല്ലാഹു ഫീക്കും. വാജിബാണ് വലുത്, വാജിബിനെ മുന്തിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് കടമുണ്ട്, ഒരാൾക്ക് പൈസ കൊടുക്കാണ്, ആൾക്ക് സ്വതക്ക കൊടുക്കാൻ അവസരമുണ്ട്. ഇപ്പൊ എന്തിനാ മുന്തിക്കണ്ടേ? കടം വീട്ടാന്നുള്ളത് വാജിബാണ്, സ്വതക്ക കൊടുക്കാന്നുള്ള സുന്നത്തുള്ളൂ. അപ്പൊ കടം വീട്ടണം, ആദ്യം കടം വീട്ടാണ് ചെയ്യേണ്ടത്, അതിനെയാണ് മുന്തിക്കേണ്ടത്. ശരി, ആദ്യം വാജിബിനെ മുന്തിക്കുക. വാജിബും സുന്നത്തും പരസ്പരം ഒപ്പം വന്നാൽ. പിന്നെ ഒരാൾ പള്ളിയിലേക്ക് കയറി, അപ്പൊ ഇഖാമത്ത് കൊടുത്തുകണേ, നിസ്കരിക്കേണ്ട ആളുകൾ സുന്നത്ത് നിസ്കരിക്കുകയാണോ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കണോ വേണ്ടത്? നേരെ ജമാഅത്ത് നിസ്കാരത്തിൽ പോയി പങ്കെടുക്കണം. കാരണം വാജിബുണ്ട് അവിടെ, വാജിബാണ് നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ വാജിബിനെ മുന്തിക്കണം. അപ്പൊ അയാൾ പള്ളിക്കത്ത് സുന്നത്ത് അതിപ്പോ ചെയ്യണ്ട. നിയത്തുണ്ടെങ്കിൽ ചിലപ്പോൾ പള്ളിയിൽ കയറി, ഞാൻ പള്ളിയിൽ കയറിയുള്ള നിസ്കാരം കൂടെ ഇതിൽ ജമ്മിയാന്ന ചില പണ്ഡിതന്മാരൊക്കെ ചിലപ്പോൾ നമ്മൾ ദോറുസ്കരിക്കുന്നതിന്റെ കൂടെ തന്നെ ആ തഹിയ്യത്തിന്റെ കൂലി കിട്ടുന്ന പറഞ്ഞവരൊക്കെ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. പിന്നെ ഒരാൾക്ക് ചെലവഴിക്കാൻ പണമുണ്ട്. ഇപ്പൊ ഒരാൾക്ക് 1,00,000 ഉറുപ്പ്യ ഉണ്ട്, 1,00,000 ഉറുപ്പ്യ ഉണ്ട് ഒരാൾക്ക്. അയാൾക്ക് ഇത് സ്വതക്ക കൊടുക്കാം. പക്ഷെ അയാൾ ചിന്തിക്കുകയാണ്, ഇതിപ്പോ എൻ്റെ ഭാര്യ കുടുംബങ്ങൾക്ക് കൊടുക്കണോ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കണോ? അതായത് ഭാര്യക്ക് കൊടുക്കാണ്ട് ചെലവിന് കൊടുക്കാണ്ട് കുറച്ച് പൈസ ഉള്ളു കയ്യിൽ, ഇനി 1,00,000 എത്ര പൈസ ഉണ്ട്, പക്ഷെ അത് ഇനിയിപ്പോൾ 1,000 ഉറുപ്പ്യ 5,000 ഉറുപ്പ്യ നമ്മളെ കയ്യിലുണ്ട്. ഭാര്യക്ക് കൊടുക്കണോ, ചെലവിന് കൊടുക്കണോ, ഉമ്മക്കും ഉപ്പക്കും അങ്ങനെ ആ രൂപത്തിൽ കൊടുക്കണോ? അതല്ല, ഒരു പാവപ്പെട്ട ആളുണ്ട് അയാൾക്ക് കൊടുക്കണം. അപ്പൊ ഭാര്യയെ മുന്തിക്കണം എന്നാണ്. കാരണം നമ്മളെ ഏറ്റവും അടുത്ത് നമ്മൾക്ക് ബാധ്യതയുള്ള, കാരണം ഭാര്യക്ക് ചെലവിന് കൊടുക്കാനാണ് ഏറ്റവും നല്ല സ്വതക്കാന്നാണ് റസൂൽ പഠിപ്പിച്ച്. അതിൽ കൂലുണ്ട് എന്നാണ്. ഹത്താ തജ്അലു മാ ഫി ഫിംറഅതിക, നീ നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്നതിന് വരെ നിയത്തുണ്ടെങ്കിൽ നല്ല കൂലുണ്ട് എന്നാണ്. അപ്പൊ ആദ്യം മുന്തിക്കണം നമ്മൾ അടുത്ത കുടുംബക്കാരെയാണെന്ന് അർത്ഥം. നമുക്ക് സ്വതക്ക കൊടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബക്കാരിൽ ഒരാളുണ്ട്, ഒരു പാവപ്പെട്ട ആളുണ്ട്, നമ്മൾ ആരെയും മുന്തിക്കേണ്ടത്? നമ്മുടെ കുടുംബത്തിലുള്ള ആളെയാണ് മുന്തിക്കേണ്ടത്. അതും അപ്പൊ ഇങ്ങനെയാണ് സുന്നത്തുകളെതിരായി വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത് 2 സുന്നത്തുകൾ. അപ്പൊ ആദ്യം വാജിബും അപ്പൊ അതിൽ ഏറ്റവും ഔജബായതിനെ നമ്മൾ മുന്തിക്കുക. അതാണ് ശരീഅത്ത് പറയുന്നത്. ഏറ്റവും ഔജബിനേക്ക് ശരീഅത്ത് മുന്തിക്കാൻ കൽപ്പിക്കാന്ന്. ഇതൊക്കെ ഈ നമ്മൾ വായിക്കുന്ന സഹോദരന്മാരെ നമ്മൾ വായിക്കുന്ന ഖവായിദുൽ ഫിഖ്ഹിയ എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുത്തല്ല, അല്ലെങ്കിൽ നമ്മൾ ഇത് ആദ്യം വന്ന് പിന്നെ ശരിയാ നിയമം വന്നല്ല. ശരീഅത്തിലെ എല്ലാ നിയമങ്ങളും പരിശോധിച്ച് മുഴുവൻ നിയമങ്ങളും ഇങ്ങനെയാണെന്ന് നമ്മൾ കണ്ടെത്തിയതാണ്. ശരീഅത്തിലെ നിയമങ്ങളൊക്കെ, എല്ലാ നിയമങ്ങളും, അധികം നിയമങ്ങളും 99% നിയമങ്ങളും ഈ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. വാജിബും വന്നാൽ ഏറ്റവും വാജിബായതിനാണ് ശരീഅത്ത് മുന്തിക്കുക. വാജിബ് മുസ്തഹബ് വന്നാൽ എന്തായാലും വാജിബിനാണ് ശരീഅത്ത് മുന്തിക്കുക. മുസ്തഹബും വന്നാലോ 2 സുന്നത്താണ്. അപ്പൊ എന്താ ചെയ്യുക? അപ്പൊ അതിൽ ഏറ്റവും ആക്കതായ സുന്നത്തിനെ മുന്തിക്കുക. ഏറ്റവും ആക്കതായ സുന്നത്ത് ഉണ്ടാവും. എല്ലാ സുന്നത്തും ഒരേ ദർജയിലാവില്ല. ദർജ കൂടിയ സുന്നത്തുകൾ ഉണ്ടാകും, ദർജ കുറഞ്ഞ സുന്നത്തുകൾ ഉണ്ടാകും. അതനുസരിച്ച്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും ഉപകാരപ്രദമായത്, അല്ലെങ്കിൽ നമ്മുടെ കൽബിന് ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴും രണ്ടും ഒരേ ദർജയിൽ തട്ടിച്ചാൽ നിൽക്കണം തുലാസിൽ. അപ്പൊ നമ്മുടെ കൽബിന് ആ സമയത്ത് ഏറ്റവും അസ്ലഹായിട്ടുള്ളത്, ഏറ്റവും നന്നായിട്ടുള്ളത്, അപ്പൊ നമ്മൾ ഖുർആൻ ഓതുന്നേക്കാൾ നമ്മൾ ദിക്റല്ലാണ്, അല്ലെങ്കിൽ അപ്പൊ ദിക്റല്ല, അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ അതിൽ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്താൽ അത് ചിലപ്പോൾ എല്ലാവരിലേക്കും എത്തുന്ന നന്മയായിരിക്കും, അല്ലെങ്കിൽ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങുന്ന നന്മയായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാവരിലേക്കും എത്തുന്ന നന്മയെ മുന്തിക്കേണ്ടേക്ക് വരും. നോക്ക്, അതിന് ഓരോന്നിനും ഉദാഹരണം. ആക്കതായ സുന്നത്തിന് ഉദാഹരണം. നമുക്ക് എപ്പോഴും നിസ്കരിക്കാലോ. അതായത് അള്ളാഹ് നഹി ചെയ്യാത്ത സമയത്തൊക്കെ നമുക്ക് നിസ്കരിക്കാം. നഹി ചെയ്ത സമയങ്ങളുണ്ട്. ഇപ്പൊ സുബൈക്ക് ശേഷം സൂര്യൻ ഉദിക്കണത് വരെ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് സൂര്യൻ ഒരു 10 മിനിറ്റ് കഴിയുന്ന വരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സുബൈക്ക് ശേഷം പിന്നെ നിസ്കാരമല്ല, ഈ സൂര്യൻ ഉദിക്കണ വരെ നിസ്കാരമല്ല. അതേപോലെ തന്നെ മഗ്രിബിക്ക് മുമ്പ് അസർക്ക് ശേഷവും ഇതേ രൂപത്തിന് അസ്തമിക്കുന്ന വരെ നിസ്കാരമല്ല. അത് ഏതാണ്? ബാക്കിയുള്ള അത് മുത്തലക്കായ സുന്നത്താണ്, നിരുപാധികമായ സുന്നത്ത്. നമുക്ക് എപ്പോഴും നിസ്കരിക്കാം, എപ്പോഴും അതിൻ്റെ മുമ്പിൽ പോയിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും, ഒന്നെടുത്ത് നിസ്കരിക്കാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഉദയം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഉദയം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നെടുത്ത് നിസ്കരിക്കാം, എത്രയും നിസ്കരിക്കാം. അതാണ് മുത്തലക്കായ സുന്നത്തുകൾ. ഈ സുന്നത്ത് നമുക്ക് ചെയ്യാൻ അവസരമുണ്ട്. അതേപോലെ തന്നെ സുന്ന റാത്തിബ എന്ന് പറഞ്ഞാൽ റവാത്തിബ് സുന്നത്തുകൾ. എന്താ റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവാക്കിയതും ഫർളുമായി ബന്ധപ്പെട്ടതും. ഫർളുമായി ബന്ധപ്പെട്ട് കിടക്കും വേണം നബി പതിവാക്കണം. അപ്പോൾ ഒരാൾ ചോദിക്കാണ്, ഇപ്പോൾ രാത്രി നിസ്കാരം റവാത്തിബ് സുന്നത്തല്ലേ? കാരണം നബി ഒന്നും പതിവാക്കിയിരുന്നില്ലേ? ആ റവാത്തിബ് സുന്നത്തല്ല. കാരണം ഫർളുമായി ബന്ധപ്പെട്ട് കിടക്കണം. ഫർളുമായി ബന്ധപ്പെട്ട് കിടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയാം. ഈ റവാത്തിബ് സുന്നത്തും നമ്മുടെ എതിരായി വന്നാൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്നാ മനുഷ്യന്റെ മനസ്സിലുണ്ട്. ഏതെങ്കിലും ഒന്നിനെ സമയമുള്ളൂ. അങ്ങനെയാണെങ്കിലും റവാത്തിബ് സുന്നത്തിനാണ് മുന്തിക്കേണ്ടത്. കാരണം ഫർളുമായി ബന്ധപ്പെട്ട, അത് നല്ലൊരു കായികയാണ്, ഫർളുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾക്കാണ് പ്രാധാന്യം കൂടുതൽ. ചില പണ്ഡിതന്മാരൊക്കെ രാത്രി നിസ്കാരത്തേക്കാൾ കൂലി റവാത്തിബ് സുന്നത്തിനാന്ന് പറയുന്നത്. കാരണം അത് ഫർളുമായി ഒരു ഹദീസുണ്ട്, അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീദത്തി ഖിയാമുൽ ലൈൽ. രാത്രി നിസ്കാരത്തെ നിസാബെടുത്തല്ലോ കേട്ടോ, അതെന്തായാലും ചെയ്യണം, അതിന് സംശയമല്ലല്ലോ. അത് സുന്നത്ത് ഉമ്മത്തിന്റെ ഷിയാറാണ്. ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ഞാൻ റവാത്തിബ് സുന്നത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കരുത് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. റവാത്തിബ് സുന്നത്ത് വളരെ പ്രധാനപ്പെട്ടതും, കാരണം ഫർളുമായി ബന്ധപ്പെട്ട് നമ്മൾ സുന്നത്ത് സ്കരിക്കുന്നത് എന്തായാലും ഫർള് ചെയ്യും. സുന്നത്ത് കൊണ്ടെടുക്കുന്ന ഒരാൾ നോക്കുകയാണെങ്കിൽ അയാൾ ഫർളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ റവാത്തിബ് സുന്നത്തിനെ മുന്തിക്കുക.